ജമ്മുകശ്മീരിൽ പ്രാദേശിക ഭീകരർക്കെതിരെ വീണ്ടും നടപടി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 2 ഭീകരരുടെ വീടുകൾ തകർത്തു. പുൽവാമയിലെ മുനാറിലുള്ള അഖ്സാൻ ഉൽ ഹഖ് ഷെയ്ഖ്, കച്ചിപ്പോറയിലെ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാണ്. അതിർത്തിയിലടക്കം ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പാകിസ്ഥാന്റെ പിടിയിലായ BSF ജവാന്റെ മോചനത്തിനായുള്ള ഇടപെടലുകളും തുടരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നൊപ്പം വിനീത VG ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ഇന്നലെയും കത്വയിലടക്കം വലിയ തിരച്ചിൽ ഈ ഭീകരരെ കണ്ടു എന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധന നടന്നതാണ്. ഇന്നിപ്പോൾ കൂടുതൽ ഈ കശ്മീരി ഭീകരർക്കെതിരെയുള്ള നടപടികൾ, വീട് തകർക്കുന്നതടക്കം തുടരുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ സൈനിക നടപടികൾ പുരോഗമിക്കുന്നത്? ഗോകുൽ, ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത പ്രാദേശിക ഭീകരർക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുകയാണ്. പലയിടങ്ങളിലും ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കഴിഞ്ഞ 3 ദിവസമായി സജീവമായി പുരോഗമിക്കുന്നു. പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടെന്ന സ്ഥിരീകരണമുണ്ട്. അതിൽ നേരിട്ട് പങ്കെടുത്തിരുന്ന 2 ഭീകരർ, ആദിൽ അടക്കമുള്ള ആസിഫ് എന്നീ 2 ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. പ്രാദേശിക ഭരണകൂടവും ഒപ്പം തന്നെ സുരക്ഷാ ഏജൻസികളും ചേർന്നാണ് ഈ നടപടി എടുത്തത്. തുടർച്ചയായി തന്നെ മറ്റ് 2 ഭീകരർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശികമായ മറ്റ് സഹായങ്ങൾ ചെയ്തു എന്ന് ഇതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ച 2 ഭീകരവാദികളുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. ഈ 2 വീടുകളും പുൽവാമയിലുള്ള വീടുകളാണ്. പുൽവാമയിലെ മുറാനിലുള്ള അഖ്സാൻ ഉൽ ഹഖ് ഷെയ്ഖ്, ഒപ്പം തന്നെ കച്ചിപ്പോറയിലെ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് സുരക്ഷാ സേനയും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് തകർത്തിരിക്കുന്നത്. ഇത് സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നടപടിക്ക് പ്രാദേശികമായ സഹകരണവും സഹായവും ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. 2018 മുതൽ പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ഒരു ഭീകരനാണ് അഖ്സാൻ. ഇയാൾ അടുത്തിടെയാണ് മടങ്ങിയെത്തിയത് കശ്മീർ താഴ്വരയിൽ. മടങ്ങിയെത്തിയ ശേഷം നുഴഞ്ഞു കയറി എത്തുന്ന പാകിസ്ഥാൻ ഭീകരവാദികൾക്കുള്ള പ്രാദേശിക സഹായം, അവർക്ക് താമസ സൗകര്യം, അവർക്ക് യാത്രയ്ക്കായുള്ള മറ്റ് സൗകര്യങ്ങൾ അടക്കമുള്ളവ, കൂടാതെ പ്രാദേശികമായുള്ള വിവരങ്ങൾ അവർക്ക് കൈമാറുന്നത് ഉൾപ്പെടെ ആയിരുന്നു ഇയാൾ ചെയ്തു വന്നിരുന്നത് എന്നാണ് സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതേസമയം 2023 മുതൽ ലഷ്കർ ഇ തൊയ്ബയിലെ സജീവ അംഗമായി ഹാരിസ് അഹമ്മദ് പ്രവർത്തിച്ചിരുന്നതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും ലഷ്കർ ഇ തൊയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകരർ തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ഈ ഭീകരാക്രമണത്തിൽ അവരുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സാക്ഷിമൊഴികളിൽ അടക്കം ഇവർക്കെതിരെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 2 പേരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നത്. കൂടുതൽ നടപടികൾ സമാനമായി തന്നെ പ്രാദേശികമായി ഈ ഭീകരവാദത്തിൽ പങ്കെടുത്ത ഭീകരാക്രമണത്തിൽ ഭാഗമായ ആളുകൾക്ക് എതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. പ്രധാനമായും ഈ ഭീകരാക്രമണത്തിൽ പ്രാദേശിക സഹായത്തിന് അപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന സ്ഥിരീകരണം ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായുള്ള തയ്യാറെടുപ്പുകളോടെ, മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പുകളോട് കൂടിയാണ് ഈ ഭീകരർ എത്തിയത് എന്നും ഉള്ള വിവരം വ്യക്തമായിരിക്കുന്നത്. ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പ്രധാനമായും പലയിടങ്ങളിൽ, അതായത് ഈ പഹൽഗാം താഴ്വരയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ 4ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ നടത്തുന്നു. ഒപ്പം തന്നെ പീർ പഞ്ചാൽ മേഖലയിൽ ഭീകരർ ഉള്ളതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇവരുടെ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ ഭീകരർ ഉണ്ട് എന്നുള്ള ഒരു വിവരം, മൊഴി ഇവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരർക്ക് വേണ്ടി പീർ പഞ്ചാൽ മേഖലയിലും തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. CRPFന്റെ വലിയൊരു സംഘത്തെ തന്നെ ഇവിടെ വിന്യസിച്ച് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ് ഈ തെരച്ചിൽ കൂടുതൽ ദുർഘടമാക്കി മാറ്റുന്നതും ഇത്രത്തോളം നീണ്ടുപോകുന്നതും. ഇവരെ കണ്ടെത്തുന്നതിനായി ഈ മേഖല കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന, പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട വനമേഖലയാണ്. ഇടതൂർന്നു നിൽക്കുന്ന പൈന്മരക്കാടുകളാണ് ഇവിടെയെല്ലാം തന്നെയുള്ളത്. ആകാശമാർഗമുള്ള തെരച്ചിൽ സാധ്യമല്ല, അല്ലെങ്കിൽ പ്രായോഗികമല്ല. പലയിടങ്ങളിലും ഇടതൂർന്ന കാടുകളായതിനാൽ തന്നെ, കൂടാതെ ഡ്രോണുകൾ ഉൾപ്പെടെ കഴിയാവുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൂടെയും എല്ലാ ഇടങ്ങളിലും എത്താൻ കഴിയുന്നില്ല.
അതിനാൽ തന്നെ മാനുഷികമായ തെരച്ചിൽ, സൈന്യത്തെ ഗ്രൗണ്ടിൽ ഇറക്കി ഓരോ ഇടത്തും തെരച്ചിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ സങ്കേതം കണ്ടെത്തുന്നതിൽ പ്രായോഗികമായ ഏകമാർഗം. ആ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ഗൂഗിൾ നെടുങ്ങാടിയാണ് ശ്രീനഗറിലെ തെരച്ചിൽ സംബന്ധിച്ച സൈനിക നടപടികൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകിയത്.